വെൽക്കം ടു വി ഫോർ സിവിൽ. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്നുള്ള സബ്ജക്റ്റിൽ പുതിയൊരു ചാപ്റ്ററായ ഡോർസ്, വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ് എന്നുള്ള പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇവിടെ നമുക്ക് കാര്യമായിട്ട് വരുന്നത് ടെക്നിക്കൽ ടേംസ് ഉണ്ട്, അതായത് ഒരു ഡോറിൻ്റെ അല്ലെങ്കിൽ വിൻഡോൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത്. ദെൻ അതിൻ്റെ ക്ലാസിഫിക്കേഷനിലും ഓരോ ടൈപ്പ് ഓഫ് ഡോറ് ഏത് പർപ്പസ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ്, അതിൽ ഏത് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബേസിക്കലി എന്താണ് ഒരു ഡോറ്, എന്താണ് ഒരു വിൻഡോ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഡോർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ ഓപ്പണബിൾ ബാരിയർ in an opening space for the purpose of providing access to the users. എന്താ ചെയ്യണം, ആ ബിൽഡിംഗ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പരസ്പരം ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക്, അതല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാൻ, ആക്സസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഓപ്പണബിൾ ബാരിയറിനെയാണ് നമ്മൾ ഡോർ എന്ന് പറയുന്നത്. ഇനി വിൻഡോ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ ആൻ ഓപ്പണിംഗ് മെയ്ഡ് ഇൻ എ വാൾ ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഡേ ലൈറ്റ്, വിഷൻ ആൻഡ് വെന്റിലേഷൻ. ലൈറ്റ്, വിഷൻ ആൻഡ് വെന്റിലേഷൻ, ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വാളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ബേസിക് ആയിട്ട് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ഡോറ് അല്ലെങ്കിൽ വിൻഡോ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മെയിനായിട്ട് 5 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പേർപ്പസ് എന്ന് പറയുന്നത്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡോറ് അതല്ലെങ്കിൽ വിൻഡോ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റാണ്. ഡോറിൻ്റെ കേസിൽ എന്താണ്? ഇറ്റ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ വേരിയസ് ഇൻറ്റേർണൽ പാർട്സ്. ഒരു ബിൽഡിങ്ങിലെ ഡിഫറെൻറ്റ് പാർട്സുകൾ തമ്മിലൊരു കണക്ഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ യൂസേഴ്സിന് ആക്സസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡോറ് കൊടുക്കുന്നത്. ദെൻ വിൻഡോ ആണെങ്കിൽ എന്തിനാണ്? ടു ഗിവ് ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ ബോത്ത് ടു ദ ഇൻറ്റേർണൽ പാർട്സ് ഓഫ് ദി ബിൽഡിംഗ്. ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ്, വെന്റിലേഷൻ, അതുപോലെ തന്നെ വിഷനൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൻഡോ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കൺസിഡറേഷൻ ഏതാണ്? പേർപ്പസ് ആണ്. രണ്ടിൻ്റെയും അറിഞ്ഞിരിക്കുക. സെക്കൻഡ് വണ്ണാണ് സൈസ്. ഈ ഒരു ഗ്രൂപ്പിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഈ സൈസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം കാണിച്ചിട്ടുള്ളത് ഡോറിന് നോർമലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സൈസുകളാണ്. ഇത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റംഗവാലയുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്നുള്ള ടെക്സ്റ്റിലെ വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. മേ ബി ഇതിൽ KMBRത്തെ ലേറ്റസ്റ്റ് വാല്യൂ ആയിട്ട് ചെറിയ രീതിയിൽ വേരിയേഷൻസ് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇൻറ്റീരിയർ ഡോർസ് ആണെങ്കിൽ അതിൻ്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 800 mm ആണ്. എക്സ്റ്റേണൽ ഡോർസിൻ്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഇത് രണ്ടും റെസിഡൻഷ്യൽ ബിൽഡിങ്സിനുള്ളതാണ് കേട്ടോ. ഈ രണ്ട് കേസും റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനാണ്. ഇനി ഒരു പബ്ലിക് ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 1.2 മീറ്റർ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു പബ്ലിക് ബിൽഡിംഗ് ആണെങ്കിൽ മിനിമം വിഡ്ത്ത് 1.2 മീറ്റർ. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ തന്നെ എക്സ്റ്റേണൽ ഡോർ ആണെങ്കിൽ 1 മീറ്റർ, ഇൻറ്റേർണൽ ഡോർ ആണെങ്കിൽ 800 mm ആണ്. ഇനി ഇവിടെ ഒരു തമ്പ് റൂൾ പറയുന്നുണ്ട്. ഇതും മേ ബി നമുക്കിനി ചോദിക്കാവുന്നതാണ്. തമ്പ് റൂൾ വെച്ചിട്ട് എന്താണ് പറയുന്നത്? ഹൈറ്റ് ഈക്വൽ ടു വിഡ്ത്ത് പ്ലസ് 1 മീറ്റർ ടു 1.2 മീറ്റർ. ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ അഡോപ്റ്റ് ചെയ്ത വിഡ്ത്തിൻ്റെ കൂടെ 1 മീറ്റർ അതല്ലെങ്കിൽ 1.2 മീറ്റർ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ വിഡ്ത്ത് ഈക്വൽ ടു 0.4 to 0.6 ഓഫ് ഹൈറ്റ്. ഹൈറ്റിൻ്റെ 0.4 to 0.6 എന്ന് പറയുന്നതാണ് നമ്മൾ വിഡ്ത്ത് ആക്കിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വിൻഡോൻ്റെ കേസിൽ സൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെഡ്ത്ത് ഓഫ് വിൻഡോ എന്ന് പറയുന്നത് 1/8 ഓഫ് വിഡ്ത്ത് ഓഫ് റൂം പ്ലസ് ഹൈറ്റ് ഓഫ് റൂം. റൂമിൻ്റെ ഹൈറ്റിൻ്റെയും വിഡ്ത്തിൻ്റെയും സമ്മിൻ്റെ 1/8 പോർഷനാണ് നമ്മൾ വിൻഡോൻ്റെ ബ്രെഡ്ത്ത് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ പറയുന്നത് ഒരു റൂമിൻ്റെ ഇൻസൈഡ് കണ്ടന്റ്, അതായത് ഒരു റൂമിൻ്റെ വോളിയം 30 m³ ആണെങ്കിൽ അവിടെ മിനിമം നമ്മൾ 1 മീറ്റർ സ്ക്വയർ ഓഫ് വിൻഡോ ഓപ്പണിങ് കൊടുത്തിരിക്കണം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? 30 m³ കണ്ടന്റ് ഉള്ള ഒരു റൂമിന് നമ്മൾ മിനിമം 1 m² വിൻഡോ ഓപ്പണിങ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത്
ടോട്ടൽ ഏരിയ ഓഫ് ദ വിൻഡോ ഓപ്പണിംഗ്, നമ്മൾ കൊടുക്കുന്ന വിൻഡോസിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് മിനിമം എത്ര വേണം? 15% ഓഫ് ദി ഫ്ലോർ ഏരിയ ഓഫ് ദി റൂം. ഫ്ലോർ ഏരിയൻ്റെ 15% മിനിമം നമ്മൾ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി നമ്മളൊരു ഗ്ലാസ് പാനൽഡ് വിൻഡോ ആണ് കൊടുക്കുന്നതെങ്കിൽ ദ ടോട്ടൽ ഏരിയ ഓഫ് ഗ്ലാസ് പാനൽസ് ഇൻ ദ വിൻഡോ ഷുഡ് ബി 10% ഓഫ് ദി ഫ്ലോർ ഏരിയ ഓഫ് ദി റൂം. അപ്പോൾ ഫ്ലോർ ഏരിയയുമായി കണക്ട് ചെയ്ത് നമ്മൾ 2 വാല്യൂസ് ആണ് പഠിച്ചത്. ഗ്ലാസ് പാനൽസിൻ്റെ ഏരിയ, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് റൂമിൻ്റെ ഫ്ലോർ ഏരിയൻ്റെ 10% ആണ്. ദെൻ ടോട്ടൽ വിൻഡോ ഓപ്പണിംഗ് ഏരിയ എന്ന് പറയുന്നത് റൂമിൻ്റെ ഫ്ലോർ ഏരിയൻ്റെ 15% ആണ്. ഓക്കെ, ദെൻ പബ്ലിക് ബിൽഡിങ്ങിൻ്റെ കേസിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 2 കേസും റെസിഡൻഷ്യൽ ബിൽഡിങ്സിന് കൺസിഡറേഷൻസ് ആണ്. പബ്ലിക് ബിൽഡിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ദ പ്രൊവിഷൻ ഓഫ് വിൻഡോ ഓപ്പണിങ്സ് ഷുഡ് ബി മോർ ദാൻ ദ എബോ റിക്വയർമെൻറ്റ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ 10% 15%-നേക്കാളും കൂടുതലായിട്ടാവണം നമ്മൾ പബ്ലിക് ബിൽഡിങ്ങിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മളൊരു വിൻഡോൻ്റെ അതല്ലെങ്കിൽ ഡോറിൻ്റെ സൈസ് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സൈസ് നമ്മൾ കാണിക്കുന്ന സമയത്ത് ഇപ്പം ഞങ്ങൾ ഡ്രോയിങ്ങിലൊക്കെ നമ്മൾ സൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഡ്രോയിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഡോറിൻ്റെയും വിൻഡോൻ്റെയൊക്കെ സൈസ് കാണിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം നമ്മൾ എ പ്രൊവിഷൻ ഓഫ് മാർജിൻ ഓഫ് 5 mm ഓൾ റൗണ്ട് ആൻഡ് ഓപ്പണിംഗ് ഫോർ കൺവീനിയൻസ് ഓഫ് ഫിക്സിങ്. അപ്പോൾ നമ്മൾ ഈ ഓപ്പണിങ്ങിലാണല്ലോ വിൻഡോ അതല്ലെങ്കിൽ ഡോർ കൊടുക്കുന്നത്. അപ്പോൾ ഓപ്പണിങ്ങിൽ നിന്നും ഒരു 5 mm മാർജിനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആ ഫിക്സിങ്, ആ ഒരു ഡോർ അല്ലെങ്കിൽ വിൻഡോ അവിടെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് കൺവീനിയൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ആൻ ഓപ്പണിംഗ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ നമ്പർ ഓഫ് മൊഡ്യൂൾസ്. എങ്ങനെയാണ്? നമ്പർ ഓഫ് മൊഡ്യൂൾസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വേർ ഈച്ച് മൊഡ്യൂൾ ഈസ് ഈക്വൽ ടു 100 mm. 1 മൊഡ്യൂൾ ഈസ് ഈക്വൽ ടു 100 mm. ഇതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മൊഡ്യൂൾസിനെ കണക്കാക്കിയിട്ടാണ് ഒരു ഡോറിൻ്റെ വിൻഡോൻ്റെ ഹൈറ്റ് വിഡ്ത്തൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഒരു മൊഡ്യൂൾ ഈക്വൽ ടു എത്രയാണ്? 100 mm ആണ്. ഓക്കെ, ദെൻ ദ ഹൈറ്റ് ഓഫ് ഓപ്പണിംഗ് ഫോർ ഡോർ ഈസ് കൺസിഡേർഡ് ഫ്രം ബിലോ ദ ഫ്ലോർ ഫിനിഷ് ടു ദ ബോട്ടം ഓഫ് ലിൻഡൽ. അപ്പോൾ ഒരു ഡോറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫിനിഷ്ഡ് ഫ്ലോർ ലെവലിൽ നിന്നും ലിൻഡലിൻ്റെ ബോട്ടം പോർഷൻ വരെയുള്ള ഒരു ഹൈറ്റിനെയാണ്, ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡോറിൻ്റെ ഹൈറ്റായിട്ട് കണക്കാക്കുന്നത്. ദെൻ ദ ലെറ്റേഴ്സ് DS ആൻഡ് T, നമ്മൾ DST എന്നുള്ള 3 ലെറ്റേഴ്സാണ് ഒരു ഡോറിൻ്റെ റെക്കമെൻഡ് അല്ലെങ്കിൽ ഡോറിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ കൊടുക്കാറുള്ളത്. അവിടെ D മീൻസ് എന്താണ്? ഡോർ. S മീൻസ് സിംഗിൾ ഷട്ടർ ആൻഡ് T മീൻസ് ഡബിൾ ഷട്ടർ. ഓക്കെ, ഒരു ഡോറിൻ്റെ കേസിൽ ഈ 3 ലെറ്റേഴ്സാണ് കൊടുക്കുക. ഇനി വിൻഡോൻ്റെ കേസിൽ നമ്മളൊരു W കൂടിയും കൊടുക്കും. ദാറ്റ് മീൻസ് ഫോർ വിൻഡോ. എസും ടിയും സെയിം, സിംഗിൾ ഷട്ടർ ആൻഡ് ഡബിൾ ഷട്ടർ. W ഈക്വൽ ടു വിൻഡോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളൊരു ഡോറിനെ ഡിനോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാവും കാണിക്കുക. നിങ്ങൾ ഡ്രോയിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടാവും 9DS20 എന്നുള്ളതാവും കാണിക്കുക. ഇതെന്താണ് മീൻ ചെയ്യുന്നത്? ഫസ്റ്റ് കാണിക്കുന്നത് ആ ഡോറിൻ്റെ വിഡ്ത്തിനെയാണ്. അപ്പം 9 മീൻസ് ആ ഡോറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 9 മോഡ്യൂൾസ് ആണ്. 9 മോഡ്യൂൾസ് ആണ്. ഒരു മൊഡ്യൂൾ എത്രയാണ്? 100 mm ആണ്. അപ്പം 9 മോഡ്യൂൾസ് എന്ന് വെച്ചാൽ 900 mm വിഡ്ത്ത് വരുന്ന ഡോറാണ് കൊടുത്തിട്ടുള്ളത്. D മീൻസ് ഡോർ, S മീൻസ് സിംഗിൾ ഷട്ടർ ആൻഡ് 20 മീൻസ് ഹൈറ്റിനെയാണ്. 20 മോഡ്യൂൾസ് ആണ് ഇവിടെ ഹൈറ്റ് വരുന്നത്. 20 മോഡ്യൂൾസ് എന്ന് വെച്ചാൽ എത്ര mm ആയിരിക്കും? 2000 mm ഹൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഒരു 9DS20 എന്ന് പറഞ്ഞാൽ എന്താണ്? 900 mm വിഡ്ത്തുള്ള 2000 mm ഹൈറ്റുള്ള സിംഗിൾ ഷട്ടർ ഡോറിനെയാണ് നമ്മൾ 9DS20 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ തന്നിട്ട് ഈ ഒരു ലെറ്റർ ഡിനോട്ടേഷൻ എന്തിനെയാണ്, ഏത് ടൈപ്പ് ഓഫ് ഡോറിനെയാണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് വിഡ്ത്തിനെയാണ്, ലാസ്റ്റ് കാണിക്കുന്നത് ഹൈറ്റിനെയാണ്. D ഫോർ ഡോർ, W ഫോർ വിൻഡോ, S ഫോർ സിംഗിൾ ഷട്ടർ ആൻഡ് T ഫോർ ഡബിൾ ഷട്ടർ. ഓക്കെ,
ദെൻ മൂന്നാമത്തെ കൺസിഡറേഷൻ, ഇപ്പം നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പർപ്പസ് പറഞ്ഞു, സെക്കൻഡ് വൺ സൈസ് പറഞ്ഞു, തേർഡ് വൺ ആണ് ലൊക്കേഷൻ. എവിടെയാണ് ഒരു ഡോറ് അതല്ലെങ്കിൽ വിൻഡോ നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ ഡോറിൻ്റെ ലൊക്കേഷൻ മുന്നേ ചോദിച്ചിട്ടുള്ളതാണ്. ദ ഡോർ ഷുഡ് ബി പ്രിഫറബിളി ബി ലൊക്കേറ്റഡ് നിയർ ദ കോർണർ ഓഫ് എ റൂം അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് അബൌട്ട് 200 mm ഫ്രം ദ കോർണർ. എങ്ങനെയാണ്? ഇപ്പോൾ ഒരു റൂമിൻ്റെ കോർണർ ഇതാണെങ്കിൽ ആ കോർണറിൽ നിന്നും കോർണറിന് അടുത്തായിട്ടാണ് നമ്മൾ ഡോർ കൊടുക്കേണ്ടത്. ഈ ഒരു ഡിസ്റ്റൻസ് മിനിമം എത്ര വേണം? 200 mm മാറിയിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പം നിയർ ദ കോർണറാണ് എത്ര ഡിസ്റ്റൻസ് വരുന്നത്? 200 mm ആണ്. ഓക്കെ, ആൻഡ് ദ സിൽ ഓഫ് എ വിൻഡോ ഓപ്പണിംഗ് ഷുഡ് പ്രിഫറബിളി ലൊക്കേറ്റഡ് അറ്റ് എ ഹൈറ്റ് ഓഫ് 700 to 800 mm. സില്ലിൻ്റെ ഹൈറ്റ്, സില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോർ ലെവലിൽ നിന്നും നമ്മൾ വിൻഡോൻ്റെ ബോട്ടം പോർഷൻ എത്രയാണോ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ സിൽ ഹൈറ്റ് എന്ന് പറയുന്നത്. വിൻഡോൻ്റെ ബോട്ടം പോർഷനെയാണ് സിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 700 mm to 800 mm ഫ്രം ഇൻസൈഡ് ഓഫ് ദി ഫ്ലോർ ലെവൽ. റൂമിൻ്റെ ഇൻസൈഡിൽ നിന്നും 700 mm to 800 mm നമ്മൾ വിൻഡോ സില്ല് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ്, കൺട്രോൾ ഓഫ് വെന്റിലേഷൻ, പ്രിവാലൻ്റ് ഡയറക്ഷൻ ഓഫ് വിൻഡ്, പ്രൈവസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വിൻഡോ കൺസിഡർ കൊടുക്കാനായിട്ട്. അതായത് വിൻഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ലൈറ്റ് ഏത് ഡയറക്ഷനിലാണ് വരുന്നത്, ആ റൂമിൻ്റെ ഒരു പ്രൈവസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് വേണം വിൻഡോ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡോർ ആൻഡ് വിൻഡോസ് ഷുഡ് ബി ലൊക്കേറ്റഡ് ബൈ കീപ്പിംഗ് ഇൻ വ്യൂ ദ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ആൻഡ് ദ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദി റൂം. ആ റൂമിൻ്റെ ഇൻറ്റീരിയർ ഫങ്ഷൻ എങ്ങനെയാണ് എന്നുള്ളതും ഇൻറ്റീരിയർ ഡെക്കറേഷൻ എങ്ങനെയാണെന്നുള്ളതും ഫങ്ഷനിങ് എങ്ങനെയാണെന്നുള്ളതും ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ വിൻഡോയും ഡോറും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫോർത്ത് കൺസിഡറേഷൻ ആണ് നമ്മൾ ആ ഡോറും വിൻഡോ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് വുഡാണ്. വുഡ് നമുക്കറിയാം മോസ്റ്റ് കോമൺലി ഇപ്പോഴും നമ്മളുടെ കൺസ്ട്രക്ഷനിൽ വീടുകളിലായാലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വുഡിൻ്റെ ടിമ്പറിൻ്റെ ഡോർ ആൻഡ് വിൻഡോ ആണ്. ഓക്കെ, സെക്കൻഡ് വൺ വരുന്നതാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പാനൽസ് ടു അഡ്മിറ്റ് മോർ ലൈറ്റ്. ഇപ്പം നമ്മളൊരു വിൻഡോ ഒക്കെ കൊടുക്കുന്ന കേസിൽ എന്താവും? മോർ ഗ്ലാസ് പാനൽസ് ഉള്ള വിൻഡോസ് ആവും നമ്മൾ കൂടുതലും അഡോപ്റ്റ് ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സൺലൈറ്റ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, തേർഡ് വൺ ആണ് പ്ലൈവുഡ് എന്ന് പറയുന്നത്. ഈ പ്ലൈവുഡ് എന്ന് പറയുന്നത് ഒരു കവറിങ് മെറ്റീരിയൽ ആയിട്ട്, അതായത് ഓൾറെഡി കൊടുത്ത ടിമ്പറിൻ്റെ അങ്ങനെ എന്തിൻ്റെയും മെറ്റീരിയലിൻ്റെ മുകളിൽ ഒരു കവറിങ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് പ്ലൈവുഡ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ആണ് മെറ്റൽസ്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ അലുമിനിയവും സ്റ്റീലുമാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ നമുക്ക് ടിമ്പറിന് ഇത്രയും സ്കാസിറ്റി വരുന്ന കേസിൽ നമ്മളിപ്പോൾ കൺസ്ട്രക്ഷനിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? മെറ്റലിൻ്റെ ഡോറുകളും വിൻഡോകളുമാണ്. ദെൻ RCC ഫ്രെയിം അറ്റ് പ്ലേസസ് വെർ വുഡ് അറ്റാക്കഡ് ബൈ വെർമെയിൻസ്. നമുക്ക് വുഡ് ടെർമൈറ്റ് അറ്റാക്ക് അല്ലെങ്കിൽ വെർമെയിൻസ് അറ്റാക്ക് ഒക്കെ വരുന്ന കേസിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? RCC ഫ്രെയിംസ് കൊടുക്കാനായിട്ട് കഴിയും. ദെൻ PVC പോളിവിനൈൽ ക്ലോറൈഡ് ഫോർ ബാത്റൂം, ടോയ്ലറ്റ് ആൻഡ് കിച്ചൺ. അതായത് PVC നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കിച്ചൺ, ടോയ്ലറ്റ്, ബാത്റൂം ഒക്കെ എന്താ കണ്ടിന്യൂസ്ലി വാട്ടറുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഏരിയകളാണ്. അങ്ങനെയുള്ള ഏരിയകളിലാണ് നമ്മൾ PVC കൊടുക്കുന്നത്. ഈ PVC ഡോർ ഷട്ടേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മാനുഫാക്ചറിങ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം മൾട്ടി ക്യാവിറ്റി ഹോളോ ചാമ്പർ sections and they are manufactured on computer aided machines under the stringent quality control. ഓക്കെ, അത് ജസ്റ്റ് PVC എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫിഫ്ത്ത് കൺസിഡറേഷൻ ആണ് സേഫ്റ്റി ആൻഡ് എൻട്രി ഓഫ് മോയ്സ്ചർ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കൺസിഡറേഷൻ ഒരു ഡോറും വിൻഡോ കൊടുക്കുമ്പോഴുള്ള 5 കൺസിഡറേഷൻസ് ആണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വണ്ണ് നമ്മളുടെ പർപ്പസ്, എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ളത്. സെക്കൻഡ് വൺ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തേർഡ് വൺ ലൊക്കേഷന്. ദെൻ ഫോർത്ത് വണ്ണ് ഇപ്പോൾ മുന്നേ പറഞ്ഞ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. ആൻഡ് ഫിഫ്ത്ത് വണ്ണ് അതർ റിക്വയർമെൻറ്റ്സ് ആയിട്ട് സേഫ്റ്റി, അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ എൻട്രൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു ഡോറ് അതല്ലെങ്കിൽ വിൻഡോയിൽ വരുന്ന ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്, അതുമായി കണക്റ്റ് വരുന്ന ടെക്നിക്കൽ ടേംസ് എന്തൊക്കെയാണെന്നുള്ള ഈ ഒരു പോർഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ
എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു പോർഷനിൽ ക്വസ്റ്റ്യൻ ഇല്ലാത്ത മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരാറില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓരോ പാർട്സ്, ഒറ്റ പാർട്സ് പോലും മിസ്സാക്കാതെ എല്ലാതും കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. സിമ്പിളാണ് പഠിക്കാനും. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു ഡോറിനെ നമ്മൾ 2 പാർട്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫ്രെയിമും ഷട്ടറും. ഈ പുറത്ത് കാണുന്ന നമ്മൾ സാധാരണയായിട്ട് കട്ടില്, നമ്മുടെ വാതിലിൻ്റെ കട്ടില എന്നൊക്കെ പറയും. അപ്പോൾ ആ പോർഷനെയാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത്. ഫ്രെയിം. പിന്നെ അതിനുള്ളിലുള്ള ഈ ഒരു പോർഷന് നമുക്ക് എന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന പോർഷന് നമ്മൾ ഷട്ടർ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഫ്രെയിം, ഷട്ടർ. ഇനി ഈ ഫ്രെയിമിലുള്ള ഹൊറിസോണ്ടൽ പോർഷനെ നമ്മൾ ഹെഡ് എന്ന് പറയും. ഫ്രെയിമിലെ ഹൊറിസോണ്ടൽ പോർഷനെ നമ്മൾ ഹെഡ് എന്ന് പറയും. വെർട്ടിക്കൽ പോർഷനെ നമ്മൾ പോസ്റ്റ് എന്ന് പറയും. എന്താണ്? പോസ്റ്റ്. അപ്പോൾ ഫ്രെയിം, ഷട്ടർ, ഫ്രെയിമിലെ ഹൊറിസോണ്ടൽ പോർഷൻ ഹെഡ്, വെർട്ടിക്കൽ പോർഷൻ പോസ്റ്റ്. ഇനി നമുക്ക് ഷട്ടറിൽ നോക്കാം. ഷട്ടറിൻ്റെ ഹൊറിസോണ്ടൽ പോർഷനെ നമ്മൾ പറയുന്നത് റെയിൽ എന്നാണ്. ഷട്ടറിൻ്റെ ഹൊറിസോണ്ടൽ പാർട്ടിനെ നമ്മൾ പറയുന്നത് റെയിൽ എന്നാണ്. അതിന് ടോപ്പ് റെയിലുണ്ട്, ബോട്ടം റെയിലുണ്ട്, ലോക്ക് റെയിലുണ്ട്. അതിനി എന്താണെന്നുള്ളത് നമുക്ക് ഡെഫിനിഷൻസ് കാണുമ്പോൾ കാണാം. ഇത്ര അറിഞ്ഞിരിക്കുക ആദ്യം. ഹൊറിസോണ്ടൽ പോർഷൻ ഓഫ് ഷട്ടർ ആണ് റെയിൽ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ പോർഷൻ ഓഫ് ഷട്ടറിനെ നമ്മൾ സ്റ്റൈൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ 4 കാര്യമാണ് പഠിച്ചത്. ഫ്രെയിമിൻ്റെ ഹൊറിസോണ്ടൽ പാർട്ടിനെ ഹെഡ് എന്ന് പറയും, വെർട്ടിക്കൽ പാർട്ടിനെ പോസ്റ്റ് എന്ന് പറയും, ഷട്ടറിൻ്റെ ഹൊറിസോണ്ടൽ പാർട്ടിനെ റെയിൽ എന്ന് പറയും, വെർട്ടിക്കൽ പാർട്ടിനെ സ്റ്റൈൽ എന്ന് പറയും. ഇനി നമുക്ക് അതിൻ്റെ കൂടെ വരുന്ന ഓരോ ടേംസും ഏതാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ ഫ്രെയിം എന്നുള്ളതാണ്. ദിസ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് വിച്ച് ഫോം എ സപ്പോർട്ട് ഫോർ എ ഡോർ ഓർ എ വിൻഡോ. ഒരു ഡോറിന് അല്ലെങ്കിൽ വിൻഡോക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഡിഫറെൻറ്റ് യൂണിറ്റുകൾ കൂടി ചേർന്നുള്ള ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സ്റ്റൈൽ. ദിസ് ഈസ് ദ ഔട്ട്സൈഡ് വെർട്ടിക്കൽ മെമ്പർ ഓഫ് ദ ഷട്ടർ ഓഫ് എ ഡോർ. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഒരു ഷട്ടറിൻ്റെ വെർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റൈൽ എന്ന് പറയുന്നത്. ഹെഡ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ പാർട്ട് ഓഫ് ദ ഫ്രെയിം. ഫ്രെയിമിൻ്റെ ഹൊറിസോണ്ടൽ പാർട്ടിനെയാണ് നമ്മൾ ഹെഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ് സില്ല്. ഇത് നമ്മൾ നേരത്തെ വിൻഡോൻ്റെ സിൽ ഹൈറ്റ് പറഞ്ഞ സമയത്ത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളായിരുന്നു. സില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലോവർ മോസ്റ്റ് ഓർ ബോട്ടം ഹൊറിസോണ്ടൽ പാർട്ട് ഓഫ് എ വിൻഡോ. ഒരു വിൻഡോൻ്റെ അല്ലെങ്കിൽ ഡോറിൻ്റെ ബോട്ടം പാർട്ടിനെയാണ് നമ്മൾ സില്ല് എന്ന് പറയുന്നത്. ജനറലി നമ്മൾ ഡോറിന് സില്ല് പ്രൊവൈഡ് ചെയ്യാറില്ല, വിൻഡോക്ക് മാത്രമാണ് സില്ല് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വണ്ണാണ് നമ്മൾ പറഞ്ഞ റെയിൽ. എന്തായിരുന്നു? ഹൊറിസോണ്ടൽ പാർട്ട് ഓഫ് ഷട്ടറിനെയാണ് നമ്മൾ റെയിൽ എന്ന് പറയുക. അതിൽ തന്നെ മെയിനായിട്ട് 3 ആൾ വരുന്നുണ്ട്: ടോപ്പ് റെയിൽ, ലോക്ക് റെയിൽ, ബോട്ടം റെയിൽ. ഏറ്റവും ടോപ്പിലുള്ള ഹൊറിസോണ്ടൽ മെമ്പറിനെ നമ്മൾ ടോപ്പ് റെയിൽ എന്ന് പറയും. മിഡിൽ ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് ഷട്ടറിനെ ലോക്ക് റെയിൽ എന്ന് പറയും. നമ്മൾ ലോക്ക്, എൽ ഡ്രോപ്പ് ഒക്കെ കൊടുക്കുന്ന ആ പോർഷനെയാണ് ലോക്ക് റെയിൽ എന്ന് പറയുന്നത്. ഏറ്റവും താഴെ വരുന്ന ലോവർ മോസ്റ്റ് ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് ദി ഷട്ടറിനെ നമ്മൾ ബോട്ടം റെയിൽ എന്നും പറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ ഈ പറഞ്ഞിട്ടുള്ള ടേമുകളെല്ലാം? നെക്സ്റ്റ് വണ് വരുന്നതാണ് ഇന്റർമീഡിയറ്റ് റെയിൽ ഓർ ക്രോസ് റെയിൽ എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ 4 റെയിലുകൾ പഠിച്ചു: ടോപ്പ് റെയിൽ, ലോക്ക് റെയിൽ, ബോട്ടം റെയിൽ ആൻഡ് ഇന്റർമീഡിയറ്റ് ഓർ ക്രോസ് റെയിൽ എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ദ അഡീഷണൽ ഹൊറിസോണ്ടൽ റെയിൽസ് ഫിക്സഡ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം റെയിൽസ് ഓഫ് എ ഷട്ടർ ആർ നോൺ ആസ് ദി ഇന്റർമീഡിയറ്റ് റെയിൽസ്. അതായത് നമ്മളുടെ ടോപ്പ് റെയിലിൻ്റെയും, അതായത് ഏറ്റവും ടോപ്പിലുള്ള ഹൊറിസോണ്ടൽ മെമ്പറിൻ്റെയും ഏറ്റവും താഴെ വരുന്ന ഹൊറിസോണ്ടൽ മെമ്പറായ ബോട്ടം റെയിലിൻ്റെയും ഇടയിൽ നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും ഹൊറിസോണ്ടൽ റെയിലിനെയാണ് നമ്മൾ ക്രോസ് റെയിൽ ഓർ ഇന്റർമീഡിയറ്റ് റെയിൽ എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ ഒരു റെയിലും കൂടെ വരുന്നുണ്ട്, ദാറ്റ് ഈസ് ഫ്രീസ് റെയിൽ. ഫ്രീസ് റെയിൽ അതെവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഫിക്സഡ് ബിറ്റ്വീൻ ദ ടോപ്പ് റെയിൽ ആൻഡ് ദ ലോക്ക് റെയിൽ. അതായത് ലോക്ക് റെയിൽ എവിടെയാണ് നമ്മൾ കൊടുത്തിരുന്നത്? സെൻറ്റർ പോർഷനിൽ അല്ലേ? ഇന്റർമീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന റെയിലാണ് ലോക്ക് റെയിൽ, ടോപ്പിൽ കൊടുക്കുന്ന റെയിൽ ടോപ്പ് റെയിൽ. അതിനിടയിൽ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീസ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് പാനൽ. ദിസ് ഈസ് ദ ഏരിയ ഓഫ് ഷട്ടർ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ അഡ്ജസെൻറ്റ് റെയിൽസ്. അഡ്ജസെൻ്റ് ആയിട്ട് വരുന്ന റെയിൽസിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാനൽ എന്ന് പറയുന്നത്. അതായത് ടോപ്പ് റെയിലിനും ഈ വരുന്ന ഇന്റർമീഡിയറ്റ് റെയിലിനും ഇടയിൽ നമ്മൾ കൊടുത്ത ഒരു പാനലിനെയാണ് നമ്മൾ
ഒരു പോർഷനെയാണ് നമ്മൾ പാനൽ എന്ന് പറയുന്നത്. ദെൻ ഹോൾഡ് ഫാസ്റ്റ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ടേം ആവും. ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ മൈൽഡ് സ്റ്റീൽ ഫ്ലാറ്റ് ബാർ ഓഫ് സെക്ഷൻ 30 mm to 6 mm ആൻഡ് എ ലെങ്ത് ഓഫ് 200 mm. ലെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹോൾഡ് ഫാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? ഇപ്പോൾ ഒരു ഡോറിനായിട്ട്, ഇപ്പം ഇത് നമ്മളൊരു ഡോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡോറിന് നമ്മളുടെ വാളുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ഒരു എസ് ഷേപ്പിൽ വരുന്ന ഒരു സ്ട്രക്ചർ, നിങ്ങളെല്ലാം ഒരു മൈൽഡ് സ്റ്റീൽ ബാർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത് വരുന്നത് 200 mm ആണ്. ഇത് എങ്ങനെയൊക്കെയാണ് ഒരു ഡോറിന് എത്ര എണ്ണം കൊടുക്കാം അല്ലെങ്കിൽ ഒരു വിൻഡോക്ക് എത്ര എണ്ണം കൊടുക്കുക എന്നുള്ളതാണ്. 3 numbers ഓഫ് ഹോൾഡ് ഫാസ്റ്റസ് ആർ പ്രൊവൈഡഡ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദി ഡോർ. അപ്പോൾ ഒരു ഡോറിൻ്റെ കേസിൽ ഒരു സൈഡിൽ നമ്മൾ 3 ഹോൾഡ് ഫാസ്റ്റ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ഡോറിന് ടോട്ടൽ എത്ര ഹോൾഡ് ഫാസ്റ്റ് നമ്മൾ കൊടുക്കണം? 6 numbers ഓഫ് ഹോൾഡ് ഫാസ്റ്റ് കൊടുക്കണം. വിൻഡോൻ്റെ കേസിലാണെങ്കിൽ ഒരു സൈഡിൽ നമ്മൾ എത്ര എണ്ണം കൊടുക്കണം? 2 ആണ് കൊടുക്കേണ്ടത്. വിൻഡോൻ്റെ കേസിൽ 2 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ഒരു വിൻഡോക്ക് 4 ഹോൾഡ് ഫാസ്റ്റസ് ആണ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് വണ്ണാണ് ഹോൺ എന്ന് പറയുന്നത്. ഹോൺ, ദിസ് ഈസ് എ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓഫ് ഹെഡ് ഓർ സെൽ ബിയോണ്ട് ദ ഫേസ് ഓഫ് വാൾ. വാളിൻ്റെ ഫേസിന് ബിയോണ്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓക്കെ. ഇപ്പം ഇതാണ് നമ്മളുടെ ഡോറ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ്? വാൾ തുടങ്ങുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഹെഡ് കൊടുക്കുന്ന സമയത്ത് എക്സ്ട്രാ ഒരു പ്രൊജക്ഷൻ ഇവിടെ കൊടുക്കും അല്ലേ? ഈ ഒരു പ്രൊജക്ഷനെയാണ് നമ്മൾ ഹോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എന്താണ്? ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓഫ് ഹെഡ് ഓർ സിൽ ബിയോണ്ട് ദ face of the frame. Then it facilitates the fixing of the frame on the wall opening. Its length is about 100 mm to 150 mm. ഓർത്തിരിക്കുക, ഹോണിൻ്റെ സൈസ് വരുന്ന ലെങ്ത് വരുന്നത് എത്രയാണ്? 100 to 150 mm ആണ്. ഹോൾഡ് ഫാസ്റ്റിൻ്റെ ലെങ്ത് വരുന്നത് 200 mm ആണ്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഷട്ടർ എന്നുള്ള പോർഷനാണ്. ദ എൻറ്റയർ അസംബ്ലി ഓഫ് സ്റ്റൈല്, പാനൽ ആൻഡ് റെയിൽ ഈസ് നോൺ ആസ് ദി ഷട്ടർ അല്ലേ? സ്റ്റൈല്, റെയില്, പാനൽ എല്ലാം വരുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ഷട്ടർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സാഷ് എന്ന് പറയുന്നത്. ഈ സാഷ് ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫ്രെയിം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രെയിം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടൈപ്പാണ്. ഇവിടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ലൈറ്റ് സെക്ഷൻസ് ആൻഡ് ഡിസൈൻ ടു ക്യാരി ഗ്ലാസ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള, സാധാരണ നമ്മൾ ടിമ്പറിൻ്റെ ഫ്രെയിമൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം അത്യാവശ്യം തിക്നെസ് ആവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ സാഷിൻ്റെ കേസിൽ വളരെ ലൈറ്റ് സെക്ഷനാണ്. ഇത് നമ്മൾ ഗ്ലാസ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്ലാസ് വിൻഡോസ്, ഗ്ലാസ് ഡോർസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ തിക്നെസ് കുറഞ്ഞ സെക്ഷൻസ് ആവും ഫ്രെയിമായിട്ട് കൊടുക്കുന്നുണ്ടാവുക. അതിനെയാണ് സാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് മുളിയൻ എന്ന് പറയുന്നത്. This is a vertical member which is employed to subdivide a window or door opening vertically. ഈ രണ്ട് മുളിയൻ ആൻഡ് ട്രാൻസം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മുളിയൻ എന്ന് വെച്ചാൽ ഒരു ഡോറിനെ അല്ലെങ്കിൽ വിൻഡോയെ വെർട്ടിക്കലി 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നതാണ് മുളിയൻ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഈ ഒരു ഡോറിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വെർട്ടിക്കലി 2 പാർട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ മുളിയൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ട്രാൻസം എന്ന് പറയുന്നത്. ഒരു ഡോറിനെ അല്ലെങ്കിൽ വിൻഡോനെ ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ ട്രാൻസം എന്ന് പറയുന്നത്. അപ്പോൾ മുളിയൻ വേർട്ടിക്കൽ മെമ്പർ ആണ്, വേർട്ടിക്കലി ഡിവൈഡ് ചെയ്യാൻ. ട്രാൻസം എന്ന് പറയുന്നത് ഒരു ഡോറിനെ അതല്ലെങ്കിൽ വിൻഡോയെ ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഹൊറിസോണ്ടൽ മെമ്പറാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ലോവർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ പീസ് ഓഫ് ടിമ്പർ വിച്ച് ഈസ് ഫിക്സഡ് ഇൻ ആൻ ഇൻക്ലൈൻഡ് പൊസിഷൻ വിത്തിൻ എ ഫ്രെയിം. ഒരു ഫ്രെയിമിൽ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന പോർഷനെ അല്ലെങ്കിൽ ഫിക്സ്ഡ് ചെയ്യുന്ന ടിമ്പർ ഓഫ് പീസസ് ഓഫ് ടിമ്പറിനെയാണ് ലോവർ എന്ന് പറയുന്നത്. ഇത് കോമൺ ആയിട്ട് നമ്മളിപ്പോൾ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസിലും നമ്മൾ വെന്റിലേറ്റേഴ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഗ്ലാസിൻ്റെ പാനൽസ് കൊടുക്കുമല്ലോ ചെരിച്ചിട്ട് ഇൻക്ലൈൻഡ് ആയിട്ട്, അങ്ങനെ കൊടുക്കുന്ന വുഡൻ ടിമ്പർ പീസുകളെയാണ് നമ്മൾ ലോവർ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മേ ബി ചോദിക്കാം ഇനി വരുന്ന എക്സാമുകൾക്ക്.
ഓക്കെ, നെക്സ്റ്റ് വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാളുകൾ തന്നെയാണ് ജാംപ് ആൻഡ് റിവീൽ. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയി വന്നിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ ആണ്, ഇനിയും വരാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ജാംപ് എന്ന് വെച്ചാൽ വെർട്ടിക്കൽ വാൾ ഫേസ് ഓഫ് ആൻ ഓപ്പണിംഗ് വിച്ച് സപ്പോർട്ട്സ് ദ ഫ്രെയിം ഓഫ് ഡോർ ആൻഡ് വിൻഡോ ഈസ് നോൺ ആസ് ദി ജാംപ്. അതായത് ഒരു ഓപ്പണിങ്ങിൽ നമ്മളൊരു ഡോറ് അല്ലെങ്കിൽ വിൻഡോ കൊടുക്കുകയാണ്. അപ്പോൾ ആ വിൻഡോനെ സപ്പോർട്ട്, ഇപ്പോൾ ഇതാണ് ഫ്രെയിം എന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ വാൾ ഫേസ്. ഈ വാൾ ഫേസിലേക്കാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്, ഈ ഫ്രെയിം കൊടുക്കുന്ന, അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വാൾ ഫേസിന്, ഈ ഒരു വെർട്ടിക്കൽ വാൾ ഫേസിന് പറയുന്ന പേരാണ് എന്തെന്നുള്ളത്, ജാംപ് എന്നുള്ളത്. ഇനി റിവീൽ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ ആൻ ജാംപ്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ജാംപ് ഓഫ് എ ഡോർ ഓർ എ വിൻഡോ ഓപ്പണിംഗ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ വാൾ ഫേസ് ഈസ് നോൺ ആസ് ദി റിവീൽ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ വാൾ ഫേസ്, ഇതിലേക്കാണ് ഞാൻ എൻ്റെ ഫ്രെയിം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫ്രെയിം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടും ബാക്കി കുറച്ച് എക്സ്റ്റേണൽ ജാംപ് കിടക്കുന്നുണ്ടാവും, അതിനെയാണ് നമ്മൾ റിവീൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ് പുട്ടി. ദിസ് ഈസ് എ മിക്സ്ചർ ഓഫ് ലിൻസീഡ് ഓയിൽ ആൻഡ് വൈറ്റനിങ് ചോക്ക്. ലിൻസീഡ് ഓയിലിൻ്റെയും വൈറ്റനിങ് ചോക്കിൻ്റെയും ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ പുട്ടി എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്, ഗ്ലാസ് പാനൽസ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ആർക്കിട്രൈവ് എന്ന് പറയുന്നത്, ദിസ് ഈസ് എ സ്ട്രിപ്പ് ഓഫ് വുഡ് യൂഷ്വലി മൗൾഡഡ് ഓർ സ്പ്ലേഡ് വിച്ച് ഈസ് ഫിക്സഡ് അറൗണ്ട് ദ സൈഡ്സ് ആൻഡ് ഹെഡ് ഓഫ് ആൻ ഓപ്പണിംഗ്. ഒരു ഓപ്പണിങ്ങിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഹൊറിസോണ്ടൽ പാർട്ടാണ്. ആ ഹൊറിസോണ്ടൽ പാർട്ടിൻ്റെ എൻഡിലും സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു പ്രൊജക്ഷൻ പോലെ കൊടുക്കുന്ന സംഭവത്തിനെയാണ് നമ്മൾ ആർക്കിട്രൈവ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ദെൻ ഹെൽപ്സ് ഇൻ ഗിവിങ് എ ഡീസെൻറ്റ് അപ്പിയറൻസ് ടു ദ ജോയിൻറ്റ് ഓഫ് ഫ്രെയിം വിത്ത് ദ മെസൻട്രി ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി വെൻ ഡോർസ് ആൻഡ് വിൻഡോസ് ആർ പ്ലേസ്ഡ് ഫ്ലഷ് വിത്ത് ദ ഫേസ് ഓഫ് ദി മെസൻട്രി. അതായത് നമ്മുടെ ഫേസ് ഓഫ് മെസൻട്രിയും നമ്മുടെ ഡോറിൻ്റെ ഫ്രെയിമും തമ്മിൽ ഒരേ ലെവലിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോറിനെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആർക്കിട്രൈവ് കൊടുക്കുന്നത്. അതിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഫ്രെയിം വരുന്നത്, അതിന് പുറത്തേക്കായിട്ട് എന്തുണ്ട്, ഫ്രെയിമിൻ്റെ ഹെഡിൻ്റെ പുറത്തേക്കായിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ഫർണിഷിങ് കൊടുക്കുന്നതിനെയാണ് ആർക്കിട്രൈവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ടേമാണ് ഈ ഒരു ടെക്നിക്കൽ ടേംസിൽ റിബേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് വൺ. ദ ഡിപ്രഷൻ ഓർ റിസസ് മെയ്ഡ് ഇൻസൈഡ് ദ ഡോർ ഫ്രെയിം. എന്താണ്, നമ്മളുടെ ഡോറിൻ്റെ ഫ്രെയിമിൽ അല്ലേ, നമ്മളെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ഇതാണ് നമ്മളുടെ ഡോറിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയൊരു പ്രൊജക്ഷൻ ഇൻസൈഡിലേക്കായിട്ട് ഒരു കുഴി പോലെ, ചെറിയൊരു കുഴി പോലെ കൊടുക്കും. അതാണ് ഡിപ്രഷൻ ഓർ റിസസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ റിബാറ്റ് എന്ന് പറയുന്നത്. ടു റിസീവ് ദ ഡോർ ഷട്ടർ ഈസ്, അത് എന്തിനാണ് നമ്മൾ ഈ റിബാറ്റ് കൊടുക്കുന്നത്, ഷട്ടറിനെ പ്രോപ്പറായിട്ട് ഈ ഒരു ഫ്രെയിമിലേക്ക് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിബാറ്റ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ പിന്നെ പ്രോപ്പറായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ കൊടുത്ത്, ഹിഞ്ചസ് ഒക്കെ കൊടുത്തിട്ട് കണക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ടേംസും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡോർ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്കൽ ടേംസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ റിബൈറ്റ്, അതുപോലെ തന്നെ ലോവർ ഇമ്പോർട്ടൻ്റ് ആണ്, ജാംപ്, റിവീല്, ട്രാൻസം, മുളിയൻ, അതുപോലെ അതിൽ വരുന്ന എല്ലാ ടേംസും ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഈ പറഞ്ഞത് എന്തായാലും നോക്കി വെക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡോറുകളാണ് വരുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ലെഡ്ജഡ് ഡോർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലെഡ്ജഡ് ഡോർ. ഇവിടെ എന്താണ് വരുന്നത്, ഇവിടെ രണ്ട് മെമ്പേഴ്സാണുള്ളത്. ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും, വെർട്ടിക്കൽ മെമ്പേഴ്സും ഉണ്ട്, ഹൊറിസോണ്ടൽ മെമ്പേഴ്സും ഉണ്ട്. ഈ ഒരു വെർട്ടിക്കൽ മെമ്പേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ മെമ്പേഴ്സും ഉണ്ടാവും. ഈ വെർട്ടിക്കൽ മെമ്പേഴ്സിനെ വെർട്ടിക്കൽ ബോർഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാറ്റൺസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആരുണ്ട്, ബാറ്റൺസ് ഉണ്ട്. അതിനെ കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഹൊറിസോണ്ടൽ സപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ലെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ആരൊക്കെയാണ്, ബാറ്റൺസ് ആൻഡ് ലെഡ്ജ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെമ്പേഴ്സ് മാത്രമേ ഒരു ലെഡ്ജഡ് ഡോറിലുള്ളൂ. സിമ്പിൾ കൺസ്ട്രക്ഷൻ വരുന്ന ഡോറാണ് ലെഡ്ജഡ് ഡോർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, വെർട്ടിക്കൽ ബോർഡ്സ് ആയിട്ട് ബാറ്റൺസും അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഹൊറിസോണ്ടൽ സപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ലെഡ്ജസ് എന്നും പറയും. ആൻഡ് ഇറ്റ് ഈസ് എ സിമ്പിൾ ഫോം ഓഫ് ഡോർ
ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് വേർ സ്ട്രെങ്ത് ആൻഡ് അപ്പിയറൻസ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു വീട്ടിലൊക്കെ സാധാരണയായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഒരു വലിയൊരു പ്രൊട്ടക്ഷനും ഒന്നല്ലാതെ ചെറിയ രീതിയിൽ ജസ്റ്റ് ബാറ്റൻസ് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഡോറുകളാണ് ലെഡ്ജ് ഡോർ എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ബാറ്റൻ്റെയും ലെഡ്ജിൻ്റെയും സൈസ് നമുക്ക് നോക്കാം. ബാറ്റൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 100 mm to 150 mm ആണ്. 20 mm to 30 mm ആണ് തിക്നെസ് വരുന്നത്. ഓക്കെ, ഇനി ലെഡ്ജിൻ്റെ കേസിലേക്ക് നോക്കുമ്പോൾ 100 to 200 mm വിഡ്ത്ത് വരുന്നുണ്ട്. 30 mm ആണ് തിക്നെസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ മേ ബി സിമ്പിൾ ഫോം ഓഫ് ഡോർ എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ആയിട്ട് ലെഡ്ജഡ് ഡോറ് കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വണ്ണാണ് ലെഡ്ജഡ് ആൻഡ് ബ്രേസ്ഡ് ഡോർ. അപ്പോൾ ആ പേര് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ എക്സ്ട്രാ ആര് വന്നു, ബ്രേസ് എന്നുള്ളൊരു ടേം വന്നു. അപ്പോൾ ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ബ്രേസസ് എന്ന് വെച്ചാൽ ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടിനെയാണ് നമ്മൾ ബ്രേസസ് എന്ന് പറയുന്നത്. അതായത് ബാറ്റൻസ് ഓൾറെഡി ഉണ്ട്, വേർട്ടിക്കൽ മെമ്പേഴ്സ്, അതിനെ കണക്ട് ചെയ്യാൻ നമ്മൾ ഹൊറിസോണ്ടൽ സപ്പോർട്ട്സും കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു സപ്പോർട്ടും കൂടിയും കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്രേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലെഡ്ജഡ് ആൻഡ് ബ്രേസ്ഡ് ഡോറിൻ്റെ കേസിൽ ഏതൊക്കെ മെമ്പേഴ്സ് ഉണ്ട്, ബാറ്റൻസ് ഉണ്ട്, ലെഡ്ജസ് ഉണ്ട് ആൻഡ് ബ്രേസസ്. ഓക്കെ, ദെൻ ബ്രേസസിൻ്റെ സൈസ് വരുന്നത് 10 mm to 150 mm width and 30 mm thickness ആണ്. The braces give rigidity to the door and the doors of this type are useful for wide openings. ഈ ഒരു ബ്രേസസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ആ ഡോറിന് റിജിഡിറ്റി കൊടുക്കുക എന്ന്, അതായത് സ്ട്രെങ്ത് കൂടുതൽ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈഡ് ഓപ്പണിങ്സിനൊക്കെ ഈ ഒരു ഡോറ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ ആണ് ലെഡ്ജഡ് ആൻഡ് ഫ്രെയിംഡ് ഡോർ. ലെഡ്ജഡ് ആൻഡ് പുതിയ ആളാരാ വന്നത് ഇവിടെ, ഫ്രെയിംഡ് എന്നുള്ളൊരു ടേമാണ്. ആൻഡ് എ ഫ്രെയിം വർക്ക് ഫോർ ഷട്ടേഴ്സ് ഈസ് പ്രൊവൈഡഡ് ടു മേക്ക് ദ ഡോർ സ്ട്രോങ്ങർ ആൻഡ് ഇൻ ബെറ്റർ ഇൻ അപ്പിയറൻസ്. അതായത് വെർട്ടിക്കൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ബാറ്റൻസ് കൊടുത്തിട്ടുണ്ട്, ഹൊറിസോണ്ടൽ സപ്പോർട്ട്സ് ആയിട്ട് ലെഡ്ജസ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറത്ത് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ റെയിലും ഹെഡും വരുന്ന അല്ലെങ്കിൽ സ്റ്റൈലും വരുന്ന രീതിയിൽ നമ്മളൊരു ഫ്രെയിം വർക്കും കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റൈലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 100 mm വിഡ്ത്ത് ആൻഡ് 40 mm തിക്നെസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇതിൻ്റെ തന്നെ മറ്റൊരു ടൈപ്പാണ് വരുന്നത്, എന്താണ്, ലെഡ്ജഡ് ഫ്രെയിമഡ് ആൻഡ് ബ്രേസ്ഡ് ഡോറ്. അപ്പോൾ ഇവിടെ എങ്ങനെയാവും, സെയിം ആസ് ലെഡ്ജഡ് ആൻഡ് ഫ്രെയിമഡ് ഡോർ എക്സെപ്റ്റ് ബ്രേസസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ബ്രേസസ് എന്താണെന്നുള്ള പറഞ്ഞതിന് എന്താണ്, ഡയഗണൽ അതല്ലെങ്കിൽ ഇൻക്ലൈൻഡ് മെമ്പേഴ്സിനെയാണ് നമ്മൾ ബ്രേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ കൂടെ ബാറ്റൻസും ലെഡ്ജസും ബ്രേസസും വരുന്നതിനെയാണ് നമ്മൾ ലെഡ്ജഡ് ഫ്രെയിമഡ് ആൻഡ് ബ്രേസഡ് ഡോർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മോർ ഡ്യൂറബിൾ, സ്ട്രോങ്ങർ, സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ യൂസ്. ഓർത്തിരിക്കുക, ഏത് കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മോർ ഡ്യൂറബിൾ ആണ്, സ്ട്രോങ്ങർ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റേണൽ ഡോറുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ബ്രേസർ ഷുഡ് ഇൻക്ലൈൻ അപ്വേർഡ്സ് ഫ്രം ദ ഹാങ്ങിങ് സൈഡ്. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, ബ്രേസസ് ഈ ഒരു ഡയറക്ഷനിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് കൊടുക്കുന്നത് ഇവിടെ ആവും. ഓക്കെ, വാളുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഈ ഒരു പോർഷൻ, ഏത് പോർഷനിലാണോ നമ്മൾ ഹാങ്ങിങ് കൊടുക്കുന്നത് അവിടുന്ന് അപ്വേർഡ്സ് ആയിരിക്കണം നമ്മൾ ബ്രേസസ് ഇൻക്ലിനേഷൻ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വണ് സാധാരണ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഡോറാണ് ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോർ. ഫ്രെയിംഡ് ആൻഡ് പാനൽഡ് ഡോർ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫ്രെയിം വർക്ക് ഇൻ വിച്ച് പാനൽസ് ആർ ഫിറ്റഡ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, സ്റ്റൈല് കൊടുത്തിട്ടുണ്ട് ബോട്ടം ടു ടോപ്പ് വരെ, അതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഏത് കൊടുത്തിട്ടുണ്ട്, റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ പോർഷനിലാണ് നമ്മൾ പാനൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ദ സ്റ്റൈൽസ് ആർ കണ്ടിന്യൂസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആൻഡ് റെയിൽസ് ആർ ജോയിൻഡ് ടു ദ സ്റ്റൈൽസ്. തിക്നെസ് ഓഫ് ഷട്ടർ, അതായത് പുറത്ത് വരുന്ന പോർഷൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 30 mm to 40 mm ആണ്. പക്ഷെ അകത്ത് വരുന്ന ഈ ഒരു പാനലിൻ്റെ തിക്നെസ് എത്ര മാത്രമേ ഉള്ളൂ, 20 mm വരുന്നുള്ളൂ. അപ്പോൾ എന്തുണ്ട്, പുറത്തുനിന്ന് ഈ ഒരു പാനിലേക്ക് ഒരു ചെറിയ റിസെഷൻ, ഒരു 10 mm റിസെഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്പർ ഓഫ് പാനൽസ് വേരീസ് ഫ്രം 1 to 6. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമ്മൾ ഒരൊറ്റ പാനലാണ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, 1 to 6 പാനൽസ് വരെ
കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ 2 റെയിലാണ്. ദെൻ ഒരു മുള്ളിയൻ കൂടിയും പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് 3 പാനൽസ് ആക്കാം. അങ്ങനെ 6 പാനൽസ് വരെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ദെൻ സിംഗിൾ ലീഫ് ഷട്ടർ ഫോർ സ്മോൾ ഓപ്പണിങ്സ്. ഒരൊറ്റ ഷട്ടർ കൊടുക്കുന്ന രീതിയിലാണെങ്കിൽ സാധാരണ നമ്മളൊക്കെ കാണുന്ന എന്താണ് ഒരൊറ്റ ഷട്ടർ, അതായത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രം ഓപ്പണിംഗ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ സിംഗിൾ ഷട്ടർ സ്മോൾ ഓപ്പണിങ്സ് ആണെങ്കിൽ കൊടുക്കാം. ഇനി ലാർജ് ഓപ്പണിങ്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? 2 ഷട്ടേഴ്സ് വരുന്ന ഡബിൾ ലീഫ് ഷട്ടേഴ്സും പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ സെൻറ്ററിലാവും നമ്മൾ ഓപ്പണിങ് ചെയ്യുന്നുണ്ട്. ഈ പഴയ തറവാട് വീടുകൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള കൺസ്ട്രക്ഷനിലും വീടുകളിലും നമ്മൾ കാണുന്നുണ്ട്. സെൻറ്റർ പോർഷൻ തുറന്നിട്ട് 2 ലീഫായി വരുന്ന രീതിയിലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഗ്ലേസ് ഡോർ, സാഷ് ഡോർ. സാഷ് എന്നുള്ളൊരു ടേം നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതെന്തുമായിട്ട് കണക്ട് ചെയ്തിരുന്നു? നമ്മൾ ഗ്ലാസ് പാനൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഫ്രെയിമാണ് സാഷ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഗ്ലേസ് ഡോർ, സാഷ് ഡോർ എന്ന് പറഞ്ഞാൽ ടു അഡ്മിറ്റ് മോർ ലൈറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? ടു അഡ്മിറ്റ് മോർ ലൈറ്റ്. ആൻഡ് നമുക്ക് ഫുള്ളി ഗ്ലേസ്ഡ് ആയിട്ടും കൊടുക്കാം, അതല്ലെങ്കിൽ പാർട്ട്ലി പാനൽഡ് ആൻഡ് പാർട്ട്ലി ഗ്ലേസ്ഡ് ആയിട്ടും കൊടുക്കാം. ഈ ഒരു ഫിഗറിൽ കാണിച്ച പോലെ ഇപ്പോൾ ഈ ഒരു ഡോർ എങ്ങനെയാണ്? ഫുള്ളി ഗ്ലേസ്ഡ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? പാർട്ട്ലി പാനൽഡ് ആയിട്ടും പാർട്ട്ലി ഗ്ലേസ്ഡ് ആയിട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട്ലി ഗ്ലേസ്ഡ് ആൻഡ് പാനൽഡ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ റേഷ്യോ ഓഫ് ഗ്ലേസ്ഡ് പോർഷൻ ടു പാനൽഡ് പോർഷൻ ഈസ് 2:1. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഒരു പാർട്ട്ലി പാനൽഡ് ആൻഡ് ഗ്ലേസ്ഡ് ഡോറിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ പോർഷൻ വരുന്നത് ആർക്കാണ്? ഗ്ലേസ്ഡ് പോർഷൻ ആണ്. ഗ്ലേസ്ഡ് പോർഷൻ ടു പാനൽഡ് പോർഷൻ്റെ റേഷ്യോ ആണ് 2:1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതല്ല, to increase the area of the glazed portion, the width of style above lock rail is decreased. These are known as the diminished style or gunstock style. പേരുകളൊക്കെ നോട്ട് ചെയ്യട്ടോ. ഡിമിനിഷ്ഡ് സ്റ്റൈൽ ഓർ ഗൺ സ്റ്റോക്ക് സ്റ്റൈൽ എന്നുള്ളതാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഡോറുണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പാനൽഡ് പോർഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇവിടെ വരുന്ന ടോപ്പിൽ വരുന്ന ഗ്ലേസ്ഡ് പോർഷൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലോക്ക് റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്ററിൽ ലോക്കൊക്കെ കൊടുക്കുന്ന പോർഷനെയാണ് പറയുന്നത്. അതിന് മുകളിലേക്കുള്ള എന്ത് ചെയ്യാം? ഈ സാഷിൻ്റെ വിഡ്ത്ത് നമുക്ക് സ്റ്റൈലിൻ്റെ വിഡ്ത്ത് നമുക്ക് കുറച്ച് കൊടുക്കാം. അതായത് ഇവിടെയുള്ള സ്റ്റൈലിൻ്റെ വിഡ്ത്തിനേക്കാളും കുറവായിരിക്കും നമ്മൾ ടോപ്പ് പോർഷനിൽ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന ആ ഒരു സ്റ്റൈലിനെയാണ് നമ്മൾ ഡിമിനിഷ്ഡ് സ്റ്റൈൽ ഓർ ഗൺ സ്റ്റോക്ക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഹോസ്പിറ്റൽസ്, ഓഫീസസ്, ലൈബ്രറീസ്, ഷോറൂംസ്, ബാങ്ക്സ്, ഷോപ്പിംഗ് മാൾസ് എക്സെട്ര. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു കേസിൽ ആ ഒരു റേഷ്യോ ഓർത്തിരിക്കുക. ദെൻ ഡിമിനിഷ്ഡ് സ്റ്റൈൽ അതല്ലെങ്കിൽ ഗൺ സ്റ്റോക്ക് സ്റ്റൈൽ എന്താണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വൺ ആണ് ഫ്ലഷ് ഡോർസ് എന്ന് പറയുന്നത്. It consists of a framework of rails and stiles and it is covered with the plywood or hardboard. എന്താണ്? നോർമലി നമ്മൾ കൊടുക്കുന്ന റെയിൽസും സ്റ്റൈൽസും ഒക്കെ ഉണ്ട്. അത് കൂടാതെ അതിന് പുറത്ത് എന്ത് ചെയ്യും? നമ്മളൊരു ഹാർഡ് ബോർഡിൻ്റെയോ അതല്ലെങ്കിൽ പ്ലൈവുഡിൻ്റെയൊക്കെ കവറിങ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഡോറിനെയാണ് ഫ്ലഷ് ഡോർ എന്ന് പറയുന്നത്. അത് 2 ടൈപ്പ് വരുന്നുണ്ട്. ഫ്രെയിംഡ് ഫ്ലഷ് ഡോറും വരുന്നുണ്ട്, അതുപോലെ തന്നെ ലാമിനേറ്റഡ് ഫ്ലഷ് ഡോറും വരുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഫ്രെയിംഡ് ഫ്ലഷ് ഡോറിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണ്? സ്റ്റൈലുണ്ട്, റെയിലുണ്ട്, ദെൻ ഹൊറിസോണ്ടൽ റിബ്, വെർട്ടിക്കൽ റിബ് ആൻഡ് പ്ലൈവുഡ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് സാധാരണ അല്ലാതെ വരുന്ന 2 ആളുകളാണ് ഹൊറിസോണ്ടൽ റിബ് ആൻഡ് വെർട്ടിക്കൽ റിബ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഹൊറിസോണ്ടൽ റിബ്സിൽ ഹോൾസ് കൊടുക്കും ഫോർ വെന്റിലേഷൻ ആൻഡ് വെർട്ടിക്കൽ റിബ്സ് റെസ്റ്റ് ഓൺ റെയിൽസ്. Hollow space instead being kept empty, sometimes filled with granulated cork or any other light material. അതായത് നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ റിബ്സിൽ നമ്മൾ ഹോൾസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഹോളിംഗ് സ്പേസ് മേ ബി നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഗ്രാനുലേറ്റഡ് കോർക്കോ അതല്ലെങ്കിൽ അതുപോലെയുള്ള ലൈറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏത് നോക്കാം? ലാമിനേറ്റഡ് ഫ്ലഷ് ഡോർ നോക്കാം.
ലാമിനേറ്റഡ് ഫ്ലഷ് ഡോറിൻ്റെ കേസിലും സ്റ്റൈലുണ്ട്, റൈലുണ്ട്, അതുപോലെ തന്നെ പ്ലൈവുഡ് ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് വരുന്ന ആളാണ് ഈ ലാമിനേറ്റഡ് കോർ എന്ന് പറയുന്നത്. ലാമിനേറ്റഡ് ഫ്ലഷ് ഡോറിൻ്റെ കേസിൽ എക്സ്ട്രാ ആയി വരുന്ന ആളാരാണ്? ലാമിനേറ്റഡ് കോറാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹെവി ആൻഡ് റിക്വയേഴ്സ് മോർ മെറ്റീരിയൽസ് ഫോർ കൺസ്ട്രക്ഷൻ. ഹെവി ആയിട്ട്, അതായത് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് ലാമിനേറ്റഡ് ഫ്ലഷ് ഡോർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. റെയിലുണ്ട്, സ്റ്റൈലുണ്ട്, അതിൻ്റെ ഇടയിൽ ടിമ്പർ കോഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് പുറത്തായിട്ട് നമ്മൾ എന്താണ് ഒരു വെനീറിൻ്റെ അതല്ലെങ്കിൽ പ്ലൈവുഡിൻ്റെ കോട്ടിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ലോവേർഡ് ഡോസ് എന്ന് പറഞ്ഞത്. അപ്പം ലോവർ എന്നുള്ളൊരു ടേം നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു? ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന വുഡൻ പീസസിനെയാണ് നമ്മൾ ലോവേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു പീസസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ഡോറിനെയാണ് നമ്മൾ ലോവർ ഡോർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റ്, മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ് ഫ്രീ പാസേജ് ഓഫ് എയർ ഈവൻ ക്ലോസ്ഡ്. ഈ ഒരു ഡോർ ക്ലോസ്ഡ് പൊസിഷൻ ആണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വെന്റിലേഷൻ, എയർ പാസേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് മെയിൻറ്റെയിൻ പ്രൈവസി. എയർ വരുന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് എങ്ങനെയാണ്? ഡോറ് തുറന്നിട്ടാൽ മാത്രമേ എയർ പാസേജ് വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പ്രൈവസി മിസ്സാവും. പക്ഷേ ഇവിടെ എങ്ങനെയാണ്? ഈവൻ ഡോർ ക്ലോസ്ഡ് ആണെങ്കിൽ പോലും പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ എയർ പാസേജ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷട്ടേഴ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് ലോവേഴ്സ് എയ്തർ ഫുള്ളി ഓർ പാർട്ട്ലി. ലോവേഴ്സ് അറേഞ്ച്ഡ് അറ്റ് ആൻ ഇൻക്ലിനേഷൻ ദാറ്റ് ദ ഹൊറിസോണ്ടൽ വിഷൻ ഈസ് ഒബ്സ്ട്രക്റ്റഡ്. ഈ ഒരു ഇൻക്ലിനേഷൻ നമ്മൾ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? ചെരിച്ച് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ വിഷൻ, പുറത്തുനിന്ന് അകത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഹൊറിസോണ്ടൽ വിഷൻ നമ്മൾ ഒബ്സ്ട്രക്ട് ചെയ്തിട്ടാണ് ആ ഒരു ഇൻക്ലിനേഷൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇത് എവിടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? സാനിറ്ററി ബ്ലോക്ക് ഓഫ് പബ്ലിക് ബിൽഡിങ്സ്, റെസിഡൻഷ്യൽ ബിൽഡിങ്സ് എക്സെട്ര. നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ ബാത്റൂംസിനൊക്കെ സാധാരണ ആയിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ഡോർ നമ്മൾ പാർട്ട്ലി ലോവേർഡ് ആയിട്ട് കാണാറുണ്ട്. Then it collect dust easily, therefore it should be cleaned periodically. ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? എയർ പാസേജ് ഉള്ളത് കൊണ്ടും പൊടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പീരിയോഡിക്കലി നമ്മൾ ക്ലീൻ ചെയ്യണം. നെക്സ്റ്റ് വൺ ആണ് കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർ. ഈ ഡോറ് നമ്മളെല്ലാവരും കണ്ട് പരിചയമുള്ള ഡോറാണ്. നമ്മളുടെ ഹോസ്റ്റൽസിൻ്റെ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ നമ്മൾ കാണുന്ന, ബാങ്കിനൊക്കെ കാണുന്ന ഡോറാണ് കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ മൈൽഡ് സ്റ്റീൽ ഫ്രെയിം. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് പ്രൊവൈഡ് വെന്റിലേഷൻ ഈവൻ ദ ഓപ്പണിംഗ് ഈസ് ക്ലോസ്ഡ്. പ്രൊവൈഡ് വെന്റിലേഷൻ ആൻഡ് ലൈറ്റ്, രണ്ടും ഉണ്ട് കേട്ടോ. ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ ഈവൻ ദ ഓപ്പണിംഗ് ഈസ് ക്ലോസ്ഡ്. ഇത് ക്ലോസ്, ഇപ്പോൾ ഈ ഒരു ഡോർ ഫിഗർ കാണിച്ചിങ്ങനെ ക്ലോസ്ഡ് പൊസിഷനിലാണ് കിടക്കുന്നത്. ബട്ട് എന്തുണ്ട്? ലൈറ്റും വെന്റിലേഷനും വിഷനൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എവിടൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്? കോമ്പൗണ്ട് ഗേറ്റ്സ്, റെസിഡൻഷ്യൽ ബിൽഡിങ്സ്, സ്കൂൾസ്, ഷെഡ്സ്, ഗോഡൗൺസ്, വർക്ക്ഷോപ്പ്, പബ്ലിക് ബിൽഡിങ്സ് എക്സെട്ര. അതിൽ ഈ ഒരു കോമ്പൗണ്ട് ഗേറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്യുക കേട്ടോ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ ആണ് റിവോൾവിംഗ് ഡോർ എന്ന് പറയുന്നത്. ഓക്കെ, റിവോൾവിംഗ് ഡോർ എന്ന് പറയുന്നത് നമ്മൾ വലിയ വലിയ ഷോപ്പിംഗ് മാൾസിനൊക്കെ കണ്ടിട്ടുള്ളതാവും. ഇതെങ്ങനെയാണ് കൊടുക്കുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെൻട്രലി പ്ലേസ്ഡ് മുലിയൻ ഓർ പിവറ്റ്. എങ്ങനെയാണ്? ഈ സെൻട്രൽ പോസ്റ്റിൽ ഒരൊറ്റ പോസ്റ്റ് ഉണ്ട്, അതിന് റൊട്ടേറ്റ്, അതിന് ചുറ്റിയാണ് ബാക്കി ലീവ്സ് എല്ലാം റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഷട്ടേഴ്സ് ഓർ ലീവ്സ് ആർ 4 in number ആർ റേഡിയലി അറ്റാച്ച്ഡ് ടു ദ പിവോട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാൻ വരക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളുടെ പിവോട്ട് ഉണ്ട്, അതിന് റേഡിയലായിട്ട് എങ്ങനെയാവും? 4 ലീവ്സ് ആവും കൊടുത്തിട്ടുണ്ടാവും. ഇതിങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇത് പോകുന്നതിനോട് കൂടെ തന്നെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. ഇത് എവിടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. എവിടെയാണ്? ഹെവി റഷ് ഓഫ് ഫുട്ട് ട്രാഫിക് ആൻഡ് ഓൾസോ ഫോർ എയർ കണ്ടീഷൻഡ് ബിൽഡിംഗ്. എയർ കണ്ടീഷൻഡ് ബിൽഡിങ്ങിലോ അതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം വളരെ കൂടുതലുള്ള സിറ്റുവേഷൻസ് എവിടെയൊക്കെയാണ്? ബാങ്ക്, ബിഗ് ഹോട്ടൽസ്, ഓഫീസസ്, തിയേറ്റേഴ്സ്, ഹോസ്പിറ്റൽസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ റിവോൾവിംഗ് ഡോറ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഈ ഒരു ഹെവി റഷ് ഓഫ് ഫുഡ് ട്രാഫിക് ഒക്കെ മുന്നേ ചോദിച്ചിട്ടുള്ള കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് റോളിംഗ് സ്റ്റീൽ ഷട്ടേഴ്സ്. സാധാരണയായിട്ട് നമ്മൾ ഷോപ്പുകളിലൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ഡോറാണ് റോളിംഗ് സ്റ്റീൽ ഷട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെയുണ്ട്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫ്രെയിം, എ ഡ്രം ആൻഡ് എ ഷട്ടർ ഓഫ് തിൻ സ്റ്റീൽ പ്ലേറ്റ്സ് ഓർ thin sheets of thickness about
1 mm. ഫ്രെയിം ഉണ്ട്, ഒരു ഡ്രം ഉണ്ട്, ഷട്ടർ ഉണ്ട്. ആ ഷട്ടർ നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒന്നുങ്ങ തിൻ സ്റ്റീൽ പ്ലേറ്റ്സ് കൊണ്ട്, അതല്ലെങ്കിൽ അയൺ ഷീറ്റ്സ്. അതിൻ്റെ തിക്നെസ് വരുന്നത് എത്രയാണ്? 1 mm ആണ്. ഈ ഒരു ഷട്ടറിൻ്റെ തിക്നെസ് വരുന്നത് 1 mm ആണ്. ആൻഡ് ഇറ്റ് ഈസ് നോ ഒബ്സ്ട്രക്ഷൻ ടു ഫ്ലോർ ഓർ ഓപ്പണിംഗ്. ഇപ്പം ഇതുവരെ നമ്മളെല്ലാം പറഞ്ഞ ഡോറുകളിൽ എങ്ങനെയാണ് നമ്മളുടെ ഫ്ലോർ ലെവലിന് അല്ലെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്ന ഒരാൾക്ക് ഒബ്സ്ട്രക്ഷൻ ആയിട്ട് മുന്നിൽ നിൽക്കുന്നതായിരുന്നു. പക്ഷെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടാൽ യാതൊരു വിധത്തിലുള്ള ഒബ്സ്ട്രക്ഷനും നമുക്ക് ഉണ്ടാവുന്നില്ല. ദെൻ യൂഷ്വലി പ്രൊവൈഡഡ് ഫോർ ഗ്യാരേജസ്, ഷോറൂംസ്, ഷോപ്സ്, ഗോഡൗൺസ്, factory buildings, etc. And it provides security against fire and burglaries. ഫയറിനും ബർഗ്ലേഴ്സിനും എഗെയിൻസ്റ്റ് ആയിട്ട് നല്ല സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ റോളിംഗ് സ്റ്റീൽ ഷട്ടേഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഇൻ അപ്പിയറൻസ് ആൻഡ് കോസ് നോയ്സ് ഇൻ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ എന്താണ്? അത് മൂവ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ മുകളിലേക്കും താഴേക്കും ആക്കുന്ന സമയത്ത് സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താണ്, കാണാൻ അത്രത്തോളം ഭംഗിയൊന്നുമില്ലാത്ത ടൈപ്പ് ഓഫ് ഡോറാണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് റോളിംഗ് ഷട്ടേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ആണ് പുൾ പുഷ് ടൈപ്പ് ഷട്ടർ, സെക്കൻഡ് വൺ മെക്കാനിക്കൽ ഗിയർ ടൈപ്പ്. ഈ പുൾ പുഷ് ടൈപ്പ് ഷട്ടേഴ്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് കടകളിലൊക്കെ കാണാറുള്ളത്. എങ്ങനെയാണ്? നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണിച്ച പോലെ ഒരാൾ താഴത്തുനിന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് മുകളിൽ വെക്കും. അതുപോലെ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് വലിച്ച് താഴേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് സിറ്റുവേഷനിലാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? 10 മീറ്റർ സ്ക്വയറിൽ കുറവ് ഏരിയ വരുന്ന സമയങ്ങളിലാണ് നമ്മൾ പുഷ് പുൾ ടൈപ്പ് സ്റ്റീൽ റോൾ ഷട്ടർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 240 Nm/m² ആണ്. ഓക്കെ, സെക്കൻഡ് ടൈപ്പാണ് മെക്കാനിക്കൽ ഗിയർ ടൈപ്പ് ഷട്ടേഴ്സ് എന്ന് പറയുന്നത്. ഫോർ ഏരിയാസ് ഗ്രേറ്റർ ദാൻ 10 മീറ്റർ സ്ക്വയർ. അതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 280 Nm/m² ആണ്. ഓക്കെ, അത് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ള ഇവിടെ ഒരു മെക്കാനിക്കൽ ഗിയർ സിസ്റ്റം ഉണ്ടാവും. അത് വെച്ച് താഴെ ഒരു നീഡിൽ വെച്ച് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്റ്റീൽ ഷട്ടർ എന്ത് ചെയ്യും? മുകളിലേക്കും അതനുസരിച്ച് റിവേഴ്സ് ഡയറക്ഷനിൽ കൊണ്ടുവരുമ്പോൾ ഷട്ടർ താഴേക്കും വരുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഏരിയ നോട്ട് ചെയ്യുക. ലെസ് ദാൻ 10 മീറ്റർ സ്ക്വയർ ആകുമ്പോൾ പുഷ് പുൾ ടൈപ്പ്, ഗ്രേറ്റർ ദാൻ 10 മീറ്റർ സ്ക്വയർ ആകുമ്പോൾ മെക്കാനിക്കൽ ഗിയർ ടൈപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സ്ലൈഡിംഗ് ഡോസ് എന്ന് പറയുന്നത്. ഷട്ടർ സ്ലൈഡ്സ് ഓൺ ദ സൈഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റണ്ണേഴ്സ് ആൻഡ് ഗൈഡ്സ്. എങ്ങനെയാണ്? ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു റണ്ണേഴ്സ് അല്ലെങ്കിൽ ഗൈഡ് സപ്പോർട്ടിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് സ്ലൈഡിംഗ് ഡോസ് എന്ന് പറയുന്നത്. ഡസ് നോട്ട് കോസ് എനി ഒബ്സ്ട്രക്ഷൻ ഡ്യൂറിങ് മൂവ്മെന്റ് ആൻഡ് യൂസ്ഡ് ഫോർ എൻട്രൻസ് ഓഫ് ഗോഡൗൺസ്, ഷോപ്സ്, ഷെഡ്സ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഷെഡിനും ഗോഡൗണിനും ഷോപ്പിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോസ് ആണ്. ഓക്കെ, ദെൻ സ്വിംഗ് ഡോർ എന്ന് പറയുന്നത്. സ്വിംഗ് ഡോർ നമ്മൾ ഇതുപോലെ കണ്ട് പരിചയമുള്ള ഒരു ഡോർ തന്നെയാണ്. പ്രൊവൈഡഡ് വിത്ത് എ സ്പെഷ്യൽ ഹിഞ്ച് നോൺ ആസ് ദി ഡബിൾ ആക്ഷൻ സ്പ്രിംഗ് ഹിഞ്ച്. നോട്ട് ചെയ്തോളൂ കേട്ടോ, ഡബിൾ ആക്ഷൻ സ്പ്രിംഗ് ഹിഞ്ച്. ഈ ഒരു സ്വിംഗ് ഡോറിൽ നമ്മൾ കൊടുക്കുന്ന ഹിഞ്ചിൻ്റെ പേരാണ് ഡബിൾ ആക്ഷൻ സ്പ്രിംഗ് ഹിഞ്ച് എന്ന് പറയുന്നത്. ദ ഷട്ടേഴ്സ് ഓഫ് ദ ഡോർ ആർ ഇൻ ക്ലോസ്ഡ് പൊസിഷൻ വെൻ നോട്ട് ഇൻ യൂസ്. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഇപ്പോൾ ഒരു റൂമിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്വിംഗ് ഡോർ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മളത് തുറന്നിട്ട് റൂമിലേക്ക് കയറും. തിരിച്ചു പോരുമ്പോൾ എന്ത് ചെയ്യും? അത് ഓട്ടോമാറ്റിക്കലി വന്ന് അവിടെ ക്ലോസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യില്ല? യാതൊരു വിധത്തിലുള്ള ഒബ്സ്ട്രക്ഷനും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആൻഡ് ഡിസൈറബിൾ ടു പ്രൊവൈഡ് ഗ്ലേസ്ഡ് ഷട്ടേഴ്സ് ഓർ ആൾട്ടർനേറ്റീവ്ലി എ പീപ്പ് ഹോൾ അറ്റ് ദ ഐ ലെവൽ ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് ടു ദ ഡോർ യൂസേഴ്സ്. ഒന്നുകിൽ നമുക്ക് ഗ്ലേസ്ഡ് ആയിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ഐ ലെവലിൽ ഒരു ഗ്ലാസ് ചെറിയൊരു പാനൽ പോലെ കൊടുക്കാം. എന്തിനാണ്? ആക്സിഡൻറ്റ്, അതായത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വരുന്ന ആളുകൾ തമ്മിലുള്ള ആക്സിഡൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് യൂസ്ഡ് ഇൻ പബ്ലിക് ബിൽഡിംഗ്സ് സച്ച് ആസ് ഗവൺമെൻറ് ഓഫീസസ്, ബാങ്ക്സ്, എക്സെട്ര. ഇവിടെയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് സ്വിംഗ് ഡോർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ടൈപ്പ് ഓഫ് ഡോറിൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡോറിൽ പറയാനുള്ളത്. ഓരോന്നിൻ്റെയും പ്രത്യേകത എന്തൊക്കെയാണ്, ഏത് സിറ്റുവേഷനിലാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. ഓക്കെ.